സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു ഗോൾഡിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ്, എങ്ങനെയാണ് ഗോൾഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം മഞ്ഞയുടെ ഷെയ്ഡ്, പിന്നെ അതിന് ബ്രൗൺ ഷെയ്ഡ്സ് കൊണ്ടുവന്ന്, പിന്നെ ലൈറ്റ് വൈറ്റ് ഇട്ടു. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ വന്നത്. പിന്നെ വേവ്സ്, അത് സിമ്പിളായിട്ടുള്ളൊരു സ്വാച്ച് പോലെ ഒരു സ്ക്വയറിൽ ഞാൻ ചെയ്തതാണ് വേവ്സ്. ആദ്യം ബ്ലൂ കളർ ഇട്ടു, പിന്നെ അതിൻ്റെ ആ മൂണിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ആ റിഫ്ലക്ഷൻ വന്ന രീതിയിൽ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് സിമ്പിളായിട്ട് കാണിച്ചു തരികയാണ്. പിന്നെ നമ്മുടെ ഗരുഡൻ അല്ലെങ്കിൽ വൾച്ചർ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഈഗിൾ എന്ന് പറയും, ആ റേഞ്ചിൽ പെട്ട ഒരു ബേർഡാണ് ഇത്. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ അത് നോക്കിയിട്ടാണ് ഞാൻ വരച്ചത്. കളറൊക്കെ ആദ്യം ഒപ്പിയെടുത്ത് പിന്നെ ഷെയ്ഡ് കൊണ്ടുവരാൻ തുടങ്ങി. ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഷെയ്ഡാണ്. നമ്മൾ ഒരു ഇലസ്ട്രേഷന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോയില്ല, പക്ഷേ എന്നാൽ കുറേശ്ശെ ചെറിയ ഡീറ്റെയിലിങ് ചെയ്തു. ഒരു ബ്രാഞ്ചമ്മ ഇരിക്കണതും ബാക്കിൽ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഒരു രാത്രിയല്ല എന്നാൽ രാവിലെ എന്നുള്ള രീതിയിൽ, അങ്ങനെ ആ രീതിയിലുള്ളൊരു സീനാണ് ഇത്. അപ്പോൾ ഞാൻ ചെയ്തു. പിന്നെ നമ്മുടെ മുരുകൻ്റെ ഒരു ഇലസ്ട്രേഷൻ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നത് ഇത് മലേഷ്യയിലുള്ള മുരുകനാന്ന് തോന്നുന്നു, ഗോൾഡൻ മുരുകനാണത്. അപ്പോൾ എനിക്ക് എപ്പോഴും അത് കാണുമ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നാറുണ്ട്. സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഇമേജ്, ഒരു റെഫറൻസാണ്. അപ്പോൾ ആ റെഫറൻസ് വെച്ച് ആദ്യം ഞാൻ യെല്ലോ കളർ സ്വാച്ച് ചെയ്തിട്ട് പിന്നെ ഷെയ്ഡ് കൊണ്ടുവന്നു, യെല്ലോൻ്റെ ഷെയ്ഡും പിന്നെ ബ്രൗണാണ് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ ഹൈലൈറ്റ് ചെയ്ത് വന്നപ്പോൾ നല്ലൊരു ഇഫക്റ്റ് വന്നു. ശരിക്കും പറയാൻ വെച്ചാൽ ഇതൊരു സൈഡ് വ്യൂ ആണ്, മുരുകൻ്റെ ഒരു സൈഡ് വ്യൂ. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു മലയുടെ സൈഡിലാണല്ലോ ഇത്. അപ്പോൾ എന്താ വെച്ചാൽ ചെടിയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെടി എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്തതാണിത്. അതിൽ പല തരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ആ ഒരു ചെടി മാത്രം ലൈക്ക് ഡിഫറൻസ് വരുത്തിയിട്ട് ഒരു സ്കൈ സൈഡിൽ വരുത്തി, അങ്ങനെ ആ രീതിയിലാണ് അത് ചെയ്തത്. പിന്നെ ഒരു ഹൈലൈറ്റും കൊടുത്തു. അങ്ങനെയാണ് ഈ ഒരു ഇലസ്ട്രേഷനിലേക്ക് എത്തിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി ഇലസ്ട്രേഷൻ വ്ളോഗ് വീഡിയോ.